നമസ്കാരം. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലെ തന്നെ ഒരു ഗ്രാമമല്ല, വളരെ മനോഹരമായ ചുറ്റിനും വെള്ളത്താൽ ചുറ്റപ്പെട്ട 14 ദ്വീപുകൾ ചേർന്ന് നമ്മുടെ കടമക്കുടി ഗ്രാമപഞ്ചായത്തിലാണ്. ഇവിടുത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ അതിമനോഹരവും നമ്മൾക്ക് എന്താ പറയുക, എത്ര കണ്ടാലും മതി വരാത്ത ഒരു കാഴ്ചയാണ് ഇവിടെ. പക്ഷെ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത് ഇവിടുത്തെ കാഴ്ചകൾ മാത്രമല്ല, ഇവിടുത്തെ ആൾക്കാരുടെ ഒരു സാധാരണ ജനങ്ങളുടെ ഒരു ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ മത്സ്യകൃഷിയാണ്. ഇവിടുത്തെ ആൾക്കാർ മീൻ പിടിച്ച് അത് ഇവിടുത്തെ മാർക്കറ്റിൽ കൊണ്ട് വിറ്റ് അതാണ് ഇവരുടെ ഒരു ഉപജീവന മാർഗം. അപ്പോൾ ആ കാഴ്ചകളും ഇവിടുത്തെ മീൻ പിടിക്കലും പല രീതികളുണ്ട്. ഇവിടെ ചെമ്മീൻ കിട്ടുന്നുണ്ട്, ഊടുവല, കൂടുവല, അങ്ങനെ പല പല രീതികളിൽ ഇവിടെ മത്സ്യബന്ധനം നടത്തുന്നുണ്ട് അവർ. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് കാണിച്ചു തരാനും അവരുടെ പ്രശ്നങ്ങളും അവരുടെ ആ ജോലി ചെയ്യുന്ന കാര്യങ്ങളും അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഹായ്, ദിസ് ഈസ് കടമക്കുടി. ഇതാണ് ചെമ്മിക്കിട്ടുകളുടെയും മീനുകളുടെയും ലോകമായ കടമക്കുടി. എൻ്റെ പേര് അനിൽകുമാറാണ്. മണ്ണി എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. അതായത് ഇവിടെ 5 മാസം ചെമ്മീൻ കൃഷി. ഇതിപ്പോൾ ഒരു 15 ഏക്കർ ഉണ്ട്. ഈ കാണുന്ന 15 ഏക്കറിൽ ഇവിടെ കിടക്കുന്ന സ്ഥലം 3-4 വ്യക്തികളുടെ സ്ഥലമാണ്. ഇത് 5 മാസത്തേക്ക് ലീഫിന് കൊടുക്കും. ലീഫിനെന്ന് വെച്ചാൽ മത്സ്യം വളർത്താനും കുഞ്ഞുങ്ങളിട്ട് കാരച്ചെമ്മീൻ ഞണ്ട് വളർത്താൻ വേണ്ടി കൊടുക്കും. ഈ 5 മാസത്തിന് ആർക്കും ഇറങ്ങാൻ പാടില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ കേസാകും, കുടുംബം കുട്ടിച്ചോറാവും. അങ്ങനെ 7 മാസം കൃഷി, പൊക്കാളി കൃഷി, പൊക്കാളിപ്പാടമാണ് ഇത്. പണ്ട് കാലത്ത് ഇവിടെ എല്ലാ സ്ഥലത്തും കൃഷി ചെയ്യേണ്ടതാണ്. ഇപ്പം ചെയ്യാറില്ല. ഇപ്പം മത്സ്യമാണ് മെയിനായിട്ട് പിടിക്കണത്. കൃഷി വളരെ അപൂർവമായിട്ടാണ് ചെയ്യുന്നത്. ഇത് ചെമ്മിക്കെട്ടിന്റെ തൂമ്പയാണ്. തൂമ്പയെന്ന് വെച്ചാൽ ഏറ്റം വെള്ളം കയറ്റാനും ഇറക്കാനും വേണ്ടിയിട്ടാണ്. ഈ സാധനം ഞാൻ പൊക്കണത് നെറ്റാണ്. നെറ്റ് കണ്ടില്ലേ? ഈ നെറ്റ് എന്തിനാന്ന് വെച്ചാൽ ഇതിനകത്ത് മത്സ്യം എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇത് നെറ്റ് വെക്കണത്. ഇനി ഞങ്ങൾക്ക് മീൻ പിടിക്കണമെങ്കിൽ ഇത് അവിടെ വാരിവല വെക്കും. മീൻ പിടിക്കണമെങ്കിൽ വാരിവല എന്ന് വെച്ചാൽ ഇത് അങ്ങനെ മീൻ പിടിക്കണ വലയുണ്ട്. അതങ്ങനെ നീട്ടി വെച്ചിട്ട് ഈ പലക, ഈ ചീപ്പ് അങ്ങോട്ട് ഊരും. ഈ പലക അങ്ങോട്ട് ഊരിട്ട് ഇതിനകത്തുള്ള മീനെല്ലാം അങ്ങോട്ട് ഇറങ്ങി കിട്ടും. പിന്നെ ഇതിനകത്ത് രാത്രി കയറ്റുന്നത് ഇതാണ് ഏറ്റം. പുറത്തുനിന്ന് മീൻ കയറ്റാൻ വേണ്ടി സോളാർ വെച്ചിട്ടുണ്ട്. സോളാറിന്ന് വെച്ചിട്ട് ഈ മീൻ വിളക്ക് കത്തിക്കും. അതാണ്. ഈ മീൻ പിടിച്ചിട്ടൊക്കെ ആൾക്കാർ ഈ അകത്താണ് കൊണ്ടുവന്ന് വെച്ചിട്ട് വേർതിരിച്ചെടുക്കുന്നത്. കാരണം ഒരുപാട് മീനുണ്ടാവും. അതെല്ലാം തിരിക്കുന്നത് കുറേ ചേച്ചിമാരൊക്കെ ഇരുന്നിട്ട് പാട്ടൊക്കെ പാടി ഭയങ്കര സന്തോഷത്തിലിരുന്ന് വേർതിരിച്ച് എടുക്കുന്ന ഒരു ഏരിയയാണിത്. കളികാണും നേരം കമലാലേർത്തണ്ട് നിറമേറും മഞ്ഞത്തൂവൽ ചുറ്റി കനകാക്കിങ്കിലെ വളകൾ മോദീര മണിഞ്ഞു കാണണം ഭഗവാനെ. വശത്തെ വാ കണ്ണ കണി കാണാൻ
ശിശുക്കളില്ലെങ്കിൽ ആരാണ് ഈ നാട്ടിൽ ഞങ്ങളല്ലേ ശിശുക്കൾ നാരായണ അമ്മ എന്നെ ഞങ്ങളുടെ അമ്മ എന്നെ നടയിൽ ഈ നടയിൽ ഞങ്ങളല്ലേ ആ ഒരു തക്കത്ത് 7 ദിവസം വരും. 7 ദിവസം വെക്കും. ആ തക്കെന്ന് പറഞ്ഞാൽ 7 ദിവസം. ആ അത് ചിലപ്പോ വെളുപ്പാവും, ചിലപ്പോ 2 വഴി. തക്ക ഉദ്ദേശിക്കുന്നത് നിലാവിന്റെ പൈസ അഷ്ടമി തുടങ്ങി ഏകാദശി വരെ ഉള്ളതാണ് തക്ക അല്ലെ? ഓക്കെ ഓക്കെ. അഷ്ടമിക്കാണെങ്കിൽ വെള്ളം കയറ്റുന്നത്. ഓക്കെ ഓക്കെ. വെള്ളം കയറ്റിട്ട് വെള്ളം വേലിയേറ്റം വേലിയിറക്കം ബേസ് ചെയ്ത് 2 ദിവസം കഴിയുമ്പോ ഓക്കെ ഓക്കെ വല വെക്കുള്ളൂ. ഓക്കെ ഓക്കെ. 2 ദിവസം കഴിയുമ്പോ വല വെക്കുള്ളൂ. ഓക്കെ. അപ്പൊ ആ വല വെച്ചാൽ എന്തെങ്കിലും കിട്ടിയ കമ്മീന്നാണ് എടുക്കണം, പൈസ മേടിച്ച് കെട്ടെടുക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് പുറത്തുനിന്ന് ആൾക്കാർ പൈസ നമുക്ക് അഡ്വാൻസ് തന്നിട്ട് കെട്ടെടുക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ആ മീൻ ആ ചെമ്മീൻ അവർക്ക് കൊടുക്കേണ്ടി വരും. മീനും ചെമ്മീനൊക്കെ മീൻ എടുക്കൂല, ഈ കാറ് തെള്ളി. ഓക്കെ ഓക്കെ. കമ്പനിക്കാർക്ക് ചെമ്മീനും മാത്രം മതി, മീറ്റ് മതി. ചെമ്മിപ്പൊടി നമ്മ മേടിച്ചിടണം, കാരപ്പൊടി. ഓക്കെ ഓക്കെ. ചെമ്മീൻ മേടിച്ചിട്ട് വെള്ളത്തിൽ പോയി. ഓക്കെ ഓക്കെ. ഒരെണ്ണം 25 ദിവസം വെച്ച് കൊടുക്കണം. ഓക്കെ ഓക്കെ. 2 ലക്ഷം കുഞ്ഞുങ്ങൾ ഇട്ടാലും 1 ലക്ഷം കൂടി കിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അതെന്താണ് വിഷത്തിന്റെ വെള്ളത്തിന്റെ വിഷത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ കണ്ടൊക്കെ മേടിച്ചിട്ടാണ്. ചെമ്മീൻ ഏതൊക്കെ ടൈപ്പ് ചെമ്മീനുണ്ട്? തെല്ലിയുണ്ട്, പിന്നെ ഇടയ്ക്ക് ഒരു ചൂടൻ വരും, ഓരോ നാരം കയറും. പിന്നെ കാരപ്പൊടി അമ്മ മേടിച്ചിട്ട് കാരപ്പൊടി മേടിച്ചിട്ട് അതിനെ വളർത്തണം. ഫുഡ് എന്ത് ഭക്ഷണം കൊടുക്കണം നമ്മൾ? പൊടിക്ക് ഈ കൂട്ടിലിട്ട് വെള്ളം പിടിച്ച് 5-8 ദിവസം വെള്ളം പിടിച്ചിടും. വെള്ളം വിടാണ്ട് വെള്ളം കയറ്റിയാൽ വെള്ളം ഇറക്കൂല. വെള്ളം കയറ്റിയാൽ ആ സാധനത്തിന് ദോഷം. ഓക്കെ ഓക്കെ. അപ്പൊ അതൊന്ന് അതിന് പൊടി ഇതുണ്ട്, തീറ്റയുണ്ട്. ഓക്കെ ഓക്കെ. അതിന് നല്ല കാശാണ്. 100 രൂപ 100 കിലോ. കുമ്മായിടുള്ളൂ. അത് ഈ വെള്ളം ഇതുപോലെ പറ്റിച്ചിട്ട് കുമ്മായ അങ്ങോട്ട് ഇടും. എന്നിട്ട് ആ വെള്ളം അങ്ങോട്ട് കയറ്റും. ഓക്കെ ഓക്കെ. അത് ആ വെള്ളം ഇറക്കിട്ട് 2ാമത് കയറ്റിയിട്ടാണ് കുളിക്കുന്നതിനോട് ചിലപ്പോ കിട്ടിയാൽ കിട്ടി ഈ വെള്ളം തന്നെ കെമിക്കൽ. ഞങ്ങളുടെ ഒരു ജീവിതത്തോട് ഇപ്പോഴും കെട്ടും. ഇത് അല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂല. കെട്ടുമ്പോൾ ഈ കമ്പനിക്കാർ ഈ വെള്ളം വിട്ടാൽ ഞങ്ങളുടെ ജീവിതം പോയി. ഈ വെള്ളത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ വെള്ളം. ഇതാണ് ഈ വലയുടെ മൂടെന്ന് പറയുന്നത്. ഇതിങ്ങനെ കെട്ടിയിട്ട് ഇതിനകത്ത് മീൻ നിറഞ്ഞ് ആ മീനിൻ്റെ അകത്ത് മാറ്റുന്ന മെത്തേഡെന്ന് പറഞ്ഞാൽ ഈ സാധനം അഴിച്ചങ്ങോട്ട് കൊടുക്കും, എന്നിട്ട് മീൻ കുടഞ്ഞു. അങ്ങനെയാണ് മീൻ ഇതിനകത്ത് എടുക്കുന്നത്. ഇത് നമ്മൾ സാധാരണക്കാരായ ആൾക്കാരുടെ കൂട് കൃഷി എന്ന് പറയും. നമ്മൾ ജീവമാർഗമായ മീൻ ചെറിയ രീതിയിൽ മീൻ വളർത്തി ജീവിക്കുന്നവരുടെ ഒരു പ്രസ്ഥാനമാണത്. അതിപ്പോൾ പേൾ ഫിഷ് ഉണ്ട്, കാളാഞ്ചി ഉണ്ട്. ചെമ്മീക്കെട്ടും മറ്റു കൃഷികളും കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു വ്യവസായമാണ് ഇവിടെ താറാവ് കൃഷി എന്ന് പറഞ്ഞാൽ. ക്രിസ്മസിന്റെ ഈസ്റ്ററിന്റെ സമയത്ത് ആലപ്പുഴ താറാവാണെങ്കിലും ഇത് കടമക്കുടിക്കാരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഈ താറാവ് കടമക്കുടി താറാവ് എന്നും പറഞ്ഞാണ് ആൾക്കാർ വാങ്ങുന്നതും കഴിക്കുന്നതും. ടേസ്റ്റി ആയിട്ടുള്ള സംഭവം, വെക്കേണ്ട വിധത്തിൽ വെച്ചാൽ അടിപൊളി സംഭവം. നിന്റെ കാഴ്ചകൾ എത്ര മരങ്ങൾ നിൽക്കുന്ന വീഥികളിൽ നിഴലുകൾ പെയ്തു വീഴുമോ? പ്രകൃതിയെ കാണില്ലേ? കടമക്കുടിയിലെ ഏറ്റവും നല്ലൊരു കാഴ്ചയാണത് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് വഞ്ചിക്ക് ഒരു ചേട്ടൻ പാട്ടൊക്കെ വെച്ച് നല്ല അടിപൊളി മൂടിൽ വന്നു. ചേട്ടൻ ആ പാട്ടൊക്കെ വെച്ച് നല്ല എൻജോയ് ചെയ്ത് പോയിരുന്നു. ചേട്ടൻ കണ്ടോ? അപ്പൊ കടമക്കുടി എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ട് നമ്മുടെ ഗ്രാമീണത തോന്നിയിരിക്കണം. ഇപ്പോഴും ഗ്രാമീണത മാഞ്ഞു പോകാത്ത ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഏരിയ. നമ്മൾ ഇവിടുന്ന് ചെറിയ കുഞ്ഞിനെ എടുത്തിട്ട് നമ്മുടെ കൂടെ കൃഷിയിലോട്ട് കൊണ്ടുപോകണേന് അവിടെ കൊണ്ടുപോയിട്ട് തീറ്റിട്ട് നമ്മൾ ഇതിനെ വളർത്തിയെടുക്കും. ഇത്ര ചെറിയ സൈസാണ്. കാണുന്ന വലയിലൂടെ നമ്മൾ മീൻ പിടിക്കുന്നു. ഇതാണ് ഇതിൻ്റെ അകത്ത് വെക്കുന്ന വലകൾ. ഇതിൻ്റെ അകത്ത് മീൻ കയറി ഇതിൻ്റെ അകത്ത് നമ്മൾ മീൻ പിടിക്കുന്നത്. ഇതാണ് നേരെ വരാപ്പുഴ മാർക്കറ്റിലോട്ട് എത്തുന്നത്. പുഴ ഇത് നേരെ പോയി ചേരുന്നത് വരാപ്പുഴയിൽ ചെട്ടിവാദം എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇതാണ് വരാപ്പുഴ മാർക്കറ്റ്.
ചുറ്റുപാടത്തിന്റെ ജീവനാടിയായ വരാപ്പുഴ മാർക്കറ്റ്. പിറക്കുന്നു ജീവൻ ആകാശം നിറഞ്ഞ നിറങ്ങൾ നിന്റെ കാമ്പിൽ ചായുന്നു ഇനി നിന്നെ സ്നേഹിക്കാതെ നിൽക്കുമോ സൂചിക്കൊഴുവ എന്നൊരു സംഭവം കൊഴുവ ഇതില് കൊഴുവ ഫിഷില് ടേസ്റ്റിയാണ് സംഭവം. നാരങ്ങ ചെറുനാര ഇടത്തരം നാരകം പെള്ളി എന്ന് പറയുന്ന സംഭവം വെള്ളിച്ചിരുന്നത് കരിമീൻ അറിയാലോ. പെൽഫിഷ് അറിയില്ല. അപ്പൊ അത് പ്രാഞ്ചീൻ അതേപോലെ കട്ടക്കിക്കുന്ന സംഭവമാണ് പ്രാഞ്ചീൻ ടേസ്റ്റി ഫിഷാണ് നല്ല. ഈ പൂളാൻ നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട പൂളാൻ സംഭവം. ഇത് കക്കർച്ചി അറിയാലോ സംഭവം എന്ന് പറയുന്നത് ഫ്രഷ് സാധനം നാടൻ സാധനവും നാടൻ പിലോപ്പി. ഇതാണ് നാടൻ പാലാണ്. പല മരുന്നിനും പല കാര്യത്തിലും ഉപയോഗിക്കുന്ന സാധനമാണ് സംഭവം നാടൻ ഉപയോഗം. നിഴലുകൾ പെയ്തു വീഴുമോ നിന്നെ സ്നേഹിക്കാതെ നിൽക്കുമോ പൂക്കൾ ഇത് മുതലക്കുഴി, കടമക്കുടി തന്നെ മുതലക്കുഴി ചെമ്മീൻപാടമാണിത്. ഇത് മൊത്തത്തിലൊരു 25 ഏക്കറാണിത്. ഇപ്പോൾ കൃഷി ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണിത്. അതിനുള്ള കാര്യങ്ങളും ജോലികളുമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പുറകിൽ കുറച്ച് ഇടംവരി ജോലിയൊക്കെ ഉണ്ടാവും. അത് അടുത്ത ചെമ്മീൻ കൃഷിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ കണ്ടം ഒക്കെ റെഡിയാക്കുവാണ്. കാരണം പഴയ മുളകളെല്ലാം സൈഡിൽ വെച്ചിട്ട് അതെല്ലാം എടുത്ത് മാറ്റി ഓരോ കൃഷിക്കും പുതിയ മുളകൾ കൊണ്ട് അതിൻ്റെ വേലി തയ്യാറാക്കും അവർ. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചേട്ടന്മാർ. ഉപജീവനമാർഗമായ മത്സ്യകൃഷികളെ കുറിച്ചുള്ള കാഴ്ചകളുമാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.